കണ്ടില്ലേ കർഷകർക്ക് ആവശ്യമായ എല്ലാ വളങ്ങളും ഇവിടെ ഉണ്ട് വെറും 20 രൂപ മുതൽ. നോക്കിയാ ഇതേ കണ്ടില്ലേ വിഷരഹിത പച്ചക്കറിത്തോടെ ചെയ്യാൻ ആവശ്യമായ എല്ലാം അത് വിത്ത് മുതൽ ഇതേ കണ്ടില്ലേ വളം ഗ്രോ ബാഗ് എല്ലാം അടങ്ങിയ കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് വെറും 500 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. ഈ ബോട്ടിൽ ഇത് ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വല്ലാത്ത ഒരു പ്രൊഡക്റ്റ്. അതായത് ഓൾറൗണ്ടർ എല്ലാ ചെടികൾക്കും എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ വളരെ ആശ്ചര്യപ്പിക്കുന്ന റിസൾട്ടാണ്. ഓക്കെ, ഈ വീഡിയോ കാണുന്നവർക്കുള്ള സമ്മാനം എന്താണെന്ന് പറയാം. വിഷരഹിതമായ പച്ചക്കറി അത് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ ഐറ്റംസും അടങ്ങിയ ഒരു കിറ്റ്. അങ്ങനെ അതുപോലത്തെ ഒരു കിറ്റ് 5 പേർക്ക് ഈ വീഡിയോ കാണുന്ന മാക്സിമം ഷെയർ ചെയ്യുന്ന നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുന്ന 5 പേർക്ക് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ ഒരു കിറ്റ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നല്ലൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. $2 കിലോയുടെ ഈ ഒരു പാക്കറ്റ് വാങ്ങിയാൽ ഉറപ്പായിട്ട് ഈ ഒരു ചാക്ക് വാങ്ങും അല്ലേ സാർ? ശരിയല്ലേ സാർ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് വാങ്ങും അല്ലേ? അതാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി. സാർ നമ്മുടെ കമ്പനിയെ കുറിച്ച് പറയാമോ? എൻ്റെ പേര് ബാലകൃഷ്ണൻ. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് നമ്മുടെ ഈ കമ്പനി ഉള്ളത്. അരിയിലൂർ എന്ന സ്ഥലത്താണ്. ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ 10-35 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണ്. പേര് കമ്പനി ഫെർട്ടിലൈസേഴ്സ് ഇന്ത്യ എന്നാണ് ഈ കമ്പനിയുടെ പേര്. എൻ്റെ അച്ഛൻ ഒരു പരമ്പരാഗത കാർഷിക കുടുംബത്തിൽ ജനിച്ച ആളാണ്. വലിയാട്ടൂർ ഗോവിന്ദൻ നായർ എന്ന അവരുടെ മകനായിട്ട് എനിക്ക് ഒരു 70 വയസ്സോളം ഈ കാർഷിക നിർത്തിയായിട്ട് ഞാൻ ഈ ഫീൽഡ് ഞാൻ വന്നിട്ട്. അപ്പോൾ അതുവരേക്ക് ഞാൻ ഈ ഇതായിട്ട് തുടങ്ങിയത്. അതുപോലെ ടൂറിസത്തോടൊപ്പം തന്നെ ഈ ഒരു അഗ്രികൾച്ചർ മൈക്രോബയോളജി ലാബ് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, ജൈവ കുമിൾനാശിനികൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ടെക്നോളജികളും ഇവിടെ കൊണ്ടുവന്നു. അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സയൻറ്റിസ്റ്റുകളും ഞങ്ങളുടെ ഈ NC ഗാർഡൻ സന്ദർശിക്കാൻ ഇടവന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ വരുന്ന ആളുകൾ നിങ്ങൾ ചോദിച്ചത് 1001 തെങ്ങാണ് ഞങ്ങൾ ഈ പറഞ്ഞിട്ടുണ്ട്. 1001 തെങ്ങുണ്ട്. അപ്പോൾ ഈ കാർഷിക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അച്ഛൻ നല്ല കർഷകനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ടുള്ള ആൾ ചോദിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഗ്രികൾച്ചർ മൈക്രോബയോളജി ലാബ് തുടങ്ങിക്കൂടാ എന്ന് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ പ്രഗത്ഭനായ സയൻറ്റിസ്റ്റായിട്ടുള്ള ഡോക്ടർ സത്താനകൃഷ്ണൻ സാർ എന്നോട് ഒരിക്കൽ ചോദിക്കേണ്ടായി. അങ്ങനെ ആ ചോദ്യമാണ് ഇതിലേക്ക് തുടക്കമിടാൻ കാരണം. അത് തുടക്കമിട്ടു. അത് വളരെ ദൈവാനുഗ്രഹം കൊണ്ടും കർഷകരുടെ അകമഴിഞ്ഞ സഹായം കൊണ്ടും ഞങ്ങൾ മസ്കത്ത് വരെ ഞങ്ങൾ ഈ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സാറിൻ്റെ മുഖം നിങ്ങൾ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ ഉള്ള കസ്റ്റമർ നമുക്ക് ഇപ്പോൾ ഉണ്ട് അല്ലേ? ആ ഒരു ബിസിനസ് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഓൺലൈനിൽ ഇപ്പോൾ ഒരുപാട് പേര് വളത്തിന്റെ ഇതിനൊക്കെ നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ അന്വേഷിച്ച് തേടി കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇത്രയും വർഷമായിട്ട് സാറ് ഈ ഫീൽഡിലുണ്ട്. ഇവിടുന്ന് പ്രോഡക്റ്റ് സാർ ഡെയിലി പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് കൃഷി വകുപ്പിന്റെ സംസ്ഥാന കൃഷി വകുപ്പിന്റെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കോയർ ബോർഡിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. നാളികേര വികസന ബോർഡിന്റെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കിട്ടിയിട്ടുണ്ട്. ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അഗ്രികൾച്ചർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബയോടെക്നോളജി അവർ ഞങ്ങളെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ച സ്ഥാപനമാണിത്. അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങളുടെ കേരള സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന പല പ്രോഗ്രാമിലും പെപ്പർ റിഹാബിലിറ്റേഷൻ സ്കീം, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഇത്യാദി സ്കീമുകളിൽ ഞങ്ങളുടെ പ്രോഡക്റ്റുകൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കർഷകർ പല ഭാഗത്തും കേരളത്തിൽ അകത്തും ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ പല അകത്തും റെയ്ഡ്കോ, കെയ്ക്കോ, മാർക്കറ്റ് ഫോർഡ് ഈ 3 സർക്കാർ ഏജൻസികൾ ത്രൂ ആയിട്ട് ഞങ്ങൾ സാധനം കൊടുക്കാറുണ്ട്. എല്ലാവരും തന്നെ വളരെയധികം എല്ലാവരും വളരെ ഹാപ്പിയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ്. ശരിക്കും ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒന്നും അല്ല ഇതിന്റെ പ്രൊഡക്ഷൻ എന്നാണ് വിചാരിച്ചത് അല്ലേ? പക്ഷെ എല്ലാം ഇവിടെയാണ് നമ്മുടെ എല്ലാം ഞങ്ങളുടെ കൺട്രോളിൽ എല്ലാ മേൽനോട്ടത്തിലും എല്ലാ കാര്യങ്ങളും എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ അത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഇതിൽ എക്സ്പെർട്ടായിട്ടുള്ള പല സയൻറ്റിസ്റ്റുകളുണ്ട്. അവരോട് സമയാസമയങ്ങളിൽ തന്നെ ഞാനിതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കും. അവരുടെ സൈറ്റ് ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കും.
സൈറ്റ് ഇൻസ്പെക്ഷനൊക്കെ തന്നെ എങ്ങനെ അതിൻ്റെ സ്പോർ കൗണ്ട് ഇപ്പോൾ ബാക്ടീരിയകളാണെങ്കിൽ അതിൻ്റെ സ്പോർ കൗണ്ട് കറക്റ്റിൽ ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ CFU ചെക്ക് ചെയ്യുക. അതേപോലെ ക്വാളിറ്റി കൺട്രോൾ ഒരു കോംപ്രമൈസ് ഞങ്ങൾ ചെയ്യാറില്ല. മനസ്സിലായി, ഇവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഞങ്ങൾ ചെയ്യാറ്. ഈ ക്വാളിറ്റിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ മാത്രം ഒരു ഫയലുണ്ട്, എത്രത്തോളം അംഗീകാരം കിട്ടി അതുകൊണ്ടാണ് പറയുന്നത് ക്വാളിറ്റി ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് പ്രോഡക്റ്റും വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാം. ഒരു തവണ നിങ്ങൾ ഈ ഒരു പാക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു പാക്ക് എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും. അതാണ് പറഞ്ഞത്, ഈ ഒരു പാക്ക് എടുക്കുന്ന കർഷകൻ ഉറപ്പായിട്ടും ഈ ഒരു ചാക്ക് എടുത്ത് മുന്നോട്ട് പോകും. അതെ, ശരിയല്ലേ സാർ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞങ്ങൾ ഇത് തുടക്കത്തിൽ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ കൊയർ ബോർഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എൻ്റെ ഫോട്ടോ ആയിരുന്നു കർഷകൻ അതെന്തായാലും കാണിക്കണം. ആ കാലത്തുള്ളത് എനിക്ക് തോന്നുന്നു 95-94 കാലഘട്ടത്തിലായിരുന്നു എൻ്റെ ഓർമ്മ. ആ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ കർഷകശീലൊക്കെ എൻ്റെ ഫോട്ടോ അവർ പിന്നെ പരസ്യം ചെയ്യാറുണ്ട്. NC ഗാർഡനിൽ കൊയർപിത്ത് മേനോ ചികിരിച്ചോ ജൈവവളം ഉപയോഗിച്ചു, അതിനുശേഷം അവർക്ക് കിട്ടിയ നേട്ടങ്ങളെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് അവരെ കർഷകശീൽ കൊടുക്കാറുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ ഇതിന് പല ആളുകളും സുരഭി എന്നുള്ള പേരിലാണ് ഞങ്ങളിത് കൊടുത്തിരുന്നത്. അപ്പോൾ ആ സുരഭി എന്ന പേര് ഞങ്ങൾ കൊടുത്തതുകൊണ്ട് തന്നെ ഇത് മാർക്കറ്റായി വരുന്നതോടൊപ്പം തന്നെ പലവിധ ആളുകളും ഞങ്ങളെ ഈ ട്രേഡ് മാർക്ക് അപ്പോൾ ഞങ്ങൾ ട്രേഡ് മാർക്ക് എടുക്കേണ്ടി വന്നു. സുരഭി ഇതിങ്ങനെ ആളുകൾ കലർപ്പായിട്ട് പല ഭാഗത്തും ചീറിച്ചോർവ ജൈവളയൊക്കെ കോഴിക്കോട്ടെ പ്രശസ്ത കർഷകനായ NC ബാലൻ പറയണു എന്ന് പറഞ്ഞിട്ട് പലരും പരസ്യം കൊടുത്തുകൊണ്ട് ഇങ്ങനെ തൊയ്യാൻ തുടങ്ങി. അങ്ങനെ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിനെ സമീപിച്ചു. കാരണം കൊയർ ബോർഡിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തു, ഇതിൻ്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ മിനിസ്ട്രി ഓഫ് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ ഇതിന് അംഗീകാരം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും അതിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് സാധ്യമല്ല. ഇനി ആരെങ്കിലും തന്നെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. ശരിയാണ്. നമ്മൾ കാര്യത്തിലേക്ക് ശരിക്കും വരുന്നതേ ഉള്ളൂ. ഈ കാണുന്ന ഓരോ വളങ്ങളും ഏതൊക്കെ കൃഷിക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം, പിന്നെ ഒരുപാട് പ്രോഡക്റ്റ് കാറ്റലോഗ് കാണിച്ചു തരാം. ഒരുപാട് പ്രോഡക്റ്റ്സ് ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഏതിനൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കണം എല്ലാം സാർ കൃത്യമായിട്ട് സാറിൻ്റെ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അന്ന് മുതലുള്ള പഴയ കാലം മുതൽ തന്നെ എനിക്ക് ഇതിനെ പറ്റി അതെ ഞാൻ ഇതിൽ കടന്നു വളർന്നതാണ്. അതെ, എന്തൊക്കെ കാര്യങ്ങൾ എത്ര ക്വാണ്ടിറ്റി അതെല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സാർ എല്ലാം പറഞ്ഞു തരും. അപ്പോൾ പിന്നെ കൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരാളും ചെയ്ത് കാണാത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു പച്ചക്കറി തോട്ടം, അങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നൊരു പാക്കേജ് അല്ലേ സാർ ഇതിന്റെ സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. സാർ ആ പാക്കേജിനെ കുറിച്ച് പറയാമോ? ഞങ്ങൾ ആ ഒരു പാക്കേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ വീടുകളിലും ഒരു സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പച്ചക്കറി തോട്ടം, അതെ, അവർക്ക് സ്വയം പര്യാപ്തയാവാൻ വേണ്ടി ഇത് എങ്ങനെ ഈ ആശയം വന്നു എന്ന് പറയുകയാണെങ്കിൽ എനിക്കൊരിക്കലും കൊയർ ബോർഡിൽ നിന്നും എന്നെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് മസ്കത്തിൽ നിന്നും ഒരു പ്രഗത്ഭ വ്യക്തി അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾ തന്നെ ഞങ്ങളുടെ ഈ യൂണിറ്റ് പിന്നെ സന്ദർശിക്കാനുള്ള ഇട വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഒരു പ്രൊജക്റ്റ് എൻ്റെ മുമ്പിൽ വെച്ചു. എന്നെ കൂടെ അങ്ങോട്ട് മസ്കത്തിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് നമുക്കൊരു പ്രൊജക്റ്റ് ചെയ്യാം എന്ന് കരുതി. എന്താ വെച്ചാൽ അതിൽ പ്രധാനപ്പെട്ട സാധനമായിരുന്നു ഓരോ അറബ്സിൻ്റെ ഓരോ വീടുകളിലും വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക. ആ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ അവരുടെ ടെറസിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, അവർ ഷെയ്ഡ് നെറ്റ്സ് ഉണ്ടാക്കുക. ആ ഷെയ്ഡ് നെറ്റുകൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, വഴുതന, വെണ്ട ഇത്യാദി കൃഷികളൊക്കെ അവിടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ ഈ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവജീവാണുകളുണ്ടല്ലോ, അതിൽ യാതൊരുവിധ കെമിക്കലൊന്നുമില്ല. ഈ കെമിക്കൽസ് ഒന്നുമില്ലാത്ത സാധനങ്ങൾ അത് ഹോൾസെയിൽ നിലയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് അവിടെ വളരെ സക്സസ് ആയിട്ട് നടത്താമെന്ന് അദ്ദേഹം എന്നോട് പറയണ്ടായി. അതെനിക്ക് ബോധ്യപ്പെട്ടു അത് ചെയ്യാൻ പറ്റുന്നുള്ളത്, മനസ്സിലായി. അങ്ങനെ അതിൻ്റെ ആ ഒരു ആശയം ഉൽപ്പിച്ച് ഞാൻ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കർഷകരിൽ നിന്നും ഇവിടെ തന്നെ പല കൃഷി വകുപ്പിൻ്റെ പല ഉദ്യോഗസ്ഥരും വരാറുണ്ട്. അങ്ങനെ കൃഷി വകുപ്പിൽ അവർ വരുന്ന സമയത്ത് ചകിരിച്ചോറ് വളം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ക്ലാസ് എടുക്കുക, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്യാറുണ്ട്, മനസ്സിലല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് അത് പരിസ്ഥിതിക്ക് വളരെയധികം ദോഷം ചെയ്തിരുന്ന ഒരു സാധനമാണ് ഈ കൊയർപിത്ത്. അപ്പോൾ ഈ കൊയർപിത്തിൽ അടങ്ങിയിരിക്കുന്ന ലിഗ്നൻ്റ് മണ്ണിൽ ലയിക്കുന്ന അവസ്ഥയുണ്ട്. മണ്ണിൽ ചകിരിച്ചോറ് എത്ര കാലഘട്ടമായാലും മണ്ണിൽ ലയിക്കില്ല. എന്താ കാരണം? അപ്പോൾ അതിനകത്തുള്ള ലിഗ്നൻ്റ് ആ ലിഗ്നൻ്റ് ഡീഗ്രേഡ് ചെയ്യണം, മണ്ണിൽ ലയിക്കുന്ന അവസ്ഥയാക്കി മാറ്റണം. അതിന് പ്ലൂറോട്ടസ് സജാ കാജു എന്നുള്ള ഒരു ഫംഗസ് ഉണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്തു ആദ്യം. അത് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ കൊയർപിത്ത് ഉണ്ടാക്കുന്ന ഒരു സംഭവം തുടങ്ങി. അങ്ങനെ പല ബാക്ടീരിയകളും പല കാര്യങ്ങളും പലമാരുണ്ട്. അതേപോലെയാണ് ഇപ്പം അതേപോലെ പല വളത്തിൽ തന്നെ പല കാര്യങ്ങളും ഇതേപോലെ തന്നെ ജൈവ ജീവാണുവളം എന്ന് പറഞ്ഞാൽ എന്താ പല വിധത്തിലുള്ള ബാക്ടീരിയകൾ ഞങ്ങൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട്, മനസ്സിലല്ലേ. ഇപ്പോൾ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള ഞങ്ങൾ അസോസ്പെർലോം, ഫോസ്ഫോസ് സോളിബിലൈസിംഗ് ബാക്ടീരിയ ആയിട്ടുള്ള ഫോസ്ഫോ ബാക്ടീരിയ, പിന്നെ പൊട്ടാഷ് മൊബിലൈസിംഗ് ബാക്ടീരിയ പൊട്ടാഷ്, കൂടാതെ മണ്ണിൽ ആവശ്യമായിട്ടുള്ള മണ്ണിൻ്റെ CN റേഷ്യോ കറക്റ്റ് ചെയ്യുക, മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യുക, ഇതിനാവശ്യമായിട്ടുള്ള മറ്റ് എല്ലാവിധ ബാക്ടീരിയകളും ഞങ്ങൾ ഈ ഓർഗാനിക് മാറ്റർ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ആ സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ള NPK കൂടാതെ ഉണ്ട്
ഞങ്ങൾ ഇത്യാദി സാധനങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ശരിക്കും അത് മാത്രം മതി, പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുന്നത് അത് മാത്രം ശരിക്കും സർക്കാർ ആ NPK അത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സാധനം കൊടുക്കാം. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ലാബിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ പീരിയഡിക്കൽ ഇൻസ്പെക്ഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് കർഷകർക്ക് ബോധ്യം വന്നതുകൊണ്ട് എന്ത് ചെയ്തു, ഇതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പിന്നെ ഇതിനകത്ത് പിന്നെ ബാക്കിയുള്ള ഈ സ്ട്രെസ്സും പ്ലാന്റ്സിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും കുറയ്ക്കുന്ന ആവശ്യമായിട്ടുള്ള സീവീഡൊക്കെ ഉണ്ട്. സീവീഡ്, ഹ്യൂമിക്, ഫൾവിക്, അമിനോ, പൊട്ടാസ്യം, ബെറ്റ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ, ഇതിൻ്റെ കുറേ കാര്യങ്ങളും കൂടെ ഞങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റബ്ബർ ഞങ്ങൾ റബ്ബർ പസ് എന്ന് പറഞ്ഞ വളമുണ്ട്. ഈ റബ്ബർ പസിൻ്റെ ആ വളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ റബ്ബറിൻ്റെ പാല് ഉൽപ്പാദനം ഇരട്ടി ആവും. പിന്നെ ഇതിനകത്തുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ സോയിലിൽ നമ്മൾ വർഷങ്ങളായിട്ട് കർഷകർ നമ്മുടെ കേരളത്തിൽ നല്ല ഒക്കെ പ്രത്യേകിച്ചിട്ടും കണ്ടമാനം രാസവളങ്ങൾ, രാസകീടനാശികൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സോയിലിൻ്റെ സ്ട്രക്ചറെ ആകെ നശിച്ചിട്ടുണ്ട്. അല്ല, അതുപാട് കർഷകർക്ക് പറ്റുന്ന അബദ്ധമാണെന്ന് പറഞ്ഞാൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ രാസവളം കൂടുതൽ ഉപയോഗിച്ച് മണ്ണിൻ്റെ ആ ഒരു സ്ട്രക്ചർ അങ്ങ് പോയി, അത് നശിപ്പിച്ച് കളയും. പിന്നെ നിങ്ങൾ അവിടെ ജൈവ ഇതിലേക്ക് മാറണം തീരുമാനിച്ചാൽ ഒരിക്കലും പറ്റില്ല. പെട്ടെന്ന് മണ്ണിന്റെ ഒരു മണ്ണിന്റെ സ്ട്രക്ചർ പോയി, മണ്ണിന്റെ pH പോയി. മണ്ണിന്റെ pH ഉണ്ട്. സാധാരണ മണ്ണിന്റെ pH നമ്മൾ വളരെ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കൃഷി രംഗത്ത് നമ്മൾ പറയുകയാണെങ്കിൽ മണ്ണിന്റെ pH കറക്റ്റ് ആയിരിക്കണം. 6.5 to 7 എന്നുള്ള ന്യൂട്രലൈസ് ആയിരിക്കണം. അത് ഒരിക്കലും അസിഡിക് ആവാൻ പാടില്ല, അതേപോലെ തന്നെ ആൽക്കലീൻ ആവാൻ പാടില്ല. അപ്പോൾ ഈ ഇത്ര ഒരു സാഹചര്യത്തിൽ മാത്രമേ സസ്യങ്ങൾക്ക് എന്ത് പറ്റുള്ളൂ, മണ്ണിൽ നിന്ന് പെട്ടെന്ന് ജലവും മറ്റേ ന്യൂട്രിയൻസ് വലിച്ചെടുത്തിട്ട് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സസ്യങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ഞങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. മനസ്സിലല്ലേ? അത് ഞങ്ങൾക്ക് 100% അതുകൂടെ മണ്ണ് വളരെ വളരെ ഫെർട്ടൈലാവും. അതിനെങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മളെ വളം അവിടെ ചെല്ലുമ്പോഴേക്കും എന്താ ചെയ്യുന്നത്? ഇത് എന്താ ചെയ്തത്, ഇവിടെ ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞരുണ്ട് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അവരുടെ മീറ്റിംഗ് ഞാൻ ഇവിടെ NC ഗാർഡിൽ നടന്നിട്ടുണ്ടായി. അവർക്ക് അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അതേപോലെ പിന്നെ മറ്റ് സ്റ്റേറ്റിൻ്റെ പുറത്തും പോയിട്ട് ഞാൻ അതേപോലെ എനിക്ക് അതൊക്കെ എൻ്റെ നമ്മളുടെ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന പല ആളുകളുണ്ടോ അവരുടെ സഹായത്തോടു കൂടെ പല ഡിസ്കഷനിലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആ ഡിസ്കഷനോട് ഇരിക്കുന്ന സമയത്ത് അവരുടെ അഡ്വൈസ് കിട്ടും. അപ്പോൾ ഇന്ന ബാക്ടീരിയകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര വർഷം വരെ വേണമെങ്കിൽ അതിൻ്റെ ലൈഫ് കിട്ടും. അതിൻ്റെ സെൽഫ് ലൈഫ് CFU, അത് കോളനിഫോം യൂണിറ്റ് ഉണ്ട് CFU. ആ CFU നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതേപോലെ തന്നെ മണ്ണിൽ പിന്നെ ഒരിക്കലും തന്നെ യാതൊരു ടോക്സിക് ആയിട്ടുള്ള ആ ഒരു സമ്പ്രദായം ഇല്ല. മണ്ണിൽ വിഷരഹിതമായിട്ടുള്ള മണ്ണിനെ നമുക്ക് ആക്കി തീർക്കാൻ പറ്റും ഈ വളം ഉപയോഗിച്ചാൽ. അതാണ് അതിന് ഏറ്റവും വലിയ ഗ്യാരണ്ടി കൊടുക്കാം. 100% ഗ്യാരണ്ടി, 100%. പിന്നെ അത് മാത്രം തൊണ്ണൻ മണ്ണിലുണ്ടാകുന്ന തൊണ്ണമ്പുഴുക്കളൊക്കെ ഉണ്ടാവും, വേര് തിരുന്നത് പറയാതെ കീടങ്ങൾ. ആ കീടങ്ങളൊന്നും 7 അയലേക്ക് എടുക്കില്ല. 100% ഗ്യാരണ്ടിയാണ്. 100%. പിന്നെ കർഷകർക്ക് തന്നെ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവർക്ക് നേരിട്ട് ഒന്ന് അന്വേഷിക്കാമല്ലോ, ഒരു പ്രശ്നമില്ല. ഞാൻ ഞാനില്ല ഇവിടെ, മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, ഒരു സംശയമില്ല. കാരണം നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പോൾ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നമുക്ക് ഉള്ള ടെക്നോളജീസും നമുക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ദൂരീകരിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാൻ വേറെ സെഷൻ പറയേണ്ടത് പഞ്ചായത്തുകൾ, വിവിധ പഞ്ചായത്തുകളിലൊക്കെ അവർ നടത്തുന്ന സ്കീമുകളുണ്ട്. അപ്പോൾ ആ പഞ്ചായത്തിൽ തന്നെ വേണമെങ്കിൽ ആ പഞ്ചായത്ത് ബോഡിക്ക് ഒരു കാര്യം ചെയ്യാം. ആ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ആ പഞ്ചായത്തിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് കർഷകരെ, കുറച്ച് കൃഷിയെ കർഷകരായിട്ടുള്ള വളരെ സ്നേഹിക്കുന്ന കർഷകരുണ്ടെങ്കിൽ അവരെ വിളിക്കുക. അവരൊരു കൂട്ടായ്മ ഉണ്ടാവും, അവരെ ക്ഷണിക്കുക. അതേപോലെ തന്നെ ആ കൃഷി ഉദ്യോഗസ്ഥർ ഇവരൊക്കെ കൂട്ടിലൊരു കൂട്ടായ്മയിൽ എന്ത് ചെയ്യുക, ഞങ്ങൾ ഫാക്ടറി വിസിറ്റ് ചെയ്യാം. ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ട് എന്താണ് ബാക്ടീരിയ, എന്താണ് ഫംഗസ്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മനസ്സിലല്ലേ? അതിപ്പോൾ നമ്മൾ BSc ഗ്രാജുവേഷൻ പ്രൊഫസേഷനൊക്കെ പോകുന്ന സമയത്ത് പുസ്തകത്തിൽ പഠിക്കുക. ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വേണമെങ്കിൽ നേരിട്ട് കാണാൻ അവർക്ക് ഒരു സംശയമില്ല. ആരും കർഷകർ വരട്ടെ, ആ കർഷകർ അങ്ങനത്തെ ഒരു ആധുനിക കർഷകരൊക്കെ അങ്ങനെ ആയി വരണം എന്നാണ് ആഗ്രഹം, നമ്മളാഗ്രഹം, മനസ്സിലല്ലേ? അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്, കൃഷി ആഗ്രഹിച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്നൊരു വളം മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതുവഴി ഇവരോട്ടുള്ള ബന്ധം തീരുന്നില്ല. അതാണ് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവരുടെ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ കൃഷി ഓഫീസർ ഉൾപ്പെടെ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ആ ഗ്രൂപ്പിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഏത് കൃഷിയെ പറ്റിയാണെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരു വോയിസ് നോട്ട് ഇടുക. കൃത്യമായിട്ട് അവരത് ഫോളോ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്ത് തന്നിരിക്കും. ഇതെല്ലാം ഞാൻ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. സാധാരണക്കാർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളം വാങ്ങി അതുവഴി ബന്ധമൊന്നും തീരുന്നില്ല, അല്ലേ സാർ? അവർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലേ? പിന്നെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് എന്താ വളമാണെങ്കിൽ വളം, അല്ലെങ്കിൽ അതിന്റെ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് നമ്മളുണ്ട്, അല്ലേ സാർ? നമുക്ക് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ സെയിലാക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ കാര്യം നമുക്ക് പറയാമോ? നമ്മളിവിടെ ഹൈടെക് ഓർഗാനിക് മാനേജർ വളം, ഈ കാണുന്ന ബാഗുകൾ, അത് ജനറലി എല്ലാ പ്ലാന്റ്സിനും പറ്റും. തെങ്ങ്, കവുങ്ങ്, വാഴ,
പിന്നെ റബ്ബർ, അതുപോലുള്ള എല്ലാ പ്ലാന്റ്സും ജനറലി എല്ലാത്തിനും പറ്റും, എല്ലാത്തിനും പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് ഇതാണ് തെങ്ങുകൾക്കൊക്കെ വളരെ വിശേഷമായിട്ട് തെങ്ങുകളുടെ പിന്നെ നന്നായിട്ട് പുഷ്ടിപ്പുകളും പച്ചപ്പ് വരും, നല്ല പച്ചപ്പ് വരും. ഇലകളൊക്കെ പച്ചപ്പ് വന്നിട്ട് ഇങ്ങനെ വട്ടം മാതിരി ഇങ്ങനെ വന്നിട്ട്, മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ആയിട്ട് വളരെയധികം ഇത് അനുഭവം കിട്ടുന്നതാണ് ഇത്. പിന്നെ ഇതിന് ഉപരി ഇത് 100% ഓർഗാനിക്കാണ്. ഇതൊരു ഓർഗാനിക് സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഗാനിക് വാല്യൂൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റും. മനസ്സിലായി. അതിൻ്റെ അപ്പം എന്താ പ്രത്യേകത? വില മാറുകയാണ്. കർഷകർ സാധാരണ ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ ഇപ്പോൾ നാളികേരാണെങ്കിലും പിന്നെ വാഴക്കൊലയാണെങ്കിലും എന്താണെങ്കിലും തന്നെ അത് കെമിക്കൽ ഇട്ട് കൊടുക്കുകയാണ്. കെമിക്കൽ എടുക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ പെസ്റ്റിസൈഡ്സ് ഇപ്പോൾ സ്പ്രേ ചെയ്യുക. ഇതല്ല, ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന സംഗതി മുഴുവൻ മറ്റേ ജൈവ ജീവാണുകളാണ്. അത് ഈ ഹൈടെക് ഓർഗാനിക് മാനർ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇളനീരാണെങ്കിലും എല്ലാത്തിനും വളരെ ടേസ്റ്റി ആയിരിക്കും, നല്ല മധുരം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ വാഴപ്പഴങ്ങൾ വളരെയധികം മധുരം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ ഇതിപ്പോൾ എല്ലാ കൃഷിക്കും ഉപയോഗിക്കാന്ന് പറഞ്ഞു. ജനറലായിട്ട് ഏറ്റവും കൂടുതൽ ഏതൊക്കെ കൃഷിക്കാണ്? തെങ്ങിനും കവുങ്ങിനാണ് ഇവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ സാധനം കൊണ്ടുപോകുന്നത്. മനസ്സിലായി? വാഴയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ തെങ്ങ് കൃഷിക്കാർ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഹൈടെക് ഓർഗാനിക് മാനർ. ഓക്കെ, നല്ല റിസൾട്ട് അല്ലേ? ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ ഒരു ചാക്ക് നിങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഒരു ചാക്ക് വാങ്ങണമെന്നില്ല. ഇതിന്റെ എല്ലാം ചെറിയ 2 കിലോ പാക്കറ്റ് നമ്മളിലുണ്ട്, അല്ലേ സാർ? ഇത് വാങ്ങി നിങ്ങൾ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങിയാൽ നമുക്ക് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞാൽ ഞാനിത് തുടങ്ങിയിട്ട് 35 വർഷമായി. ഈ 35 വർഷത്തിന് ശേഷം ഞാൻ വലിയൊരു കച്ചവടക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാർ, ഞാൻ സാറിന്റെ മുഖം എന്താ ആ സമയത്തുള്ള എല്ലാവർക്കും സാറിന് അറിയാം. പക്ഷേ ഞാനൊക്കെ പുതിയ തലമുറപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ നിലവിൽ ലൈവായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് മുന്നോട്ട് പോകുന്നവരെ എനിക്കറിയാം. ഞാൻ പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞതും സാറിന്റെ ഇതെല്ലാം കേട്ടപ്പോഴേക്കും എനിക്ക് എല്ലാവരും അത്ഭുതമാണ്. അന്ന് മുതൽ തുടങ്ങിയിട്ട് ഒരു പരസ്യത്തിന്റെ പുറകെ പോയെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ബിസിനസ് ആണല്ലോ സാർ. അപ്പൊ ഒരുപാട് പേര് ചെറിയ രീതിയിൽ യൂണിറ്റ് ഉള്ളവർ പോലും വലിയ പരസ്യങ്ങളാണ് ചെയ്യുന്നത്, അല്ലേ? ഇത് സാറിന്റെ ഫസ്റ്റ് വീഡിയോ അല്ലേ, ആദ്യത്തെ വീഡിയോ. സാറിന്റെ അടുത്ത് ചോദിക്കുന്നത് പറഞ്ഞാല് കർഷകർക്കൊക്കെ ഫ്രീ ക്ലാസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്ലാസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ എന്താ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് എത്തും. അതൊക്കെയാണ് സാർ ചോദിക്കുന്നത്. അപ്പോൾ വളമല്ല ഇവിടെ പ്രൊമോഷന് വേണ്ടിയിട്ട് സാറ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇഷ്ടപ്പെടുകയും മാത്രം എടുത്താൽ മതി. വിലക്കുറവുണ്ട്, ക്വാളിറ്റി അതാണ് എടുത്ത് പറയേണ്ടത്. ഒരു കോംപ്രമൈസും ഇല്ല. എന്താ എല്ലാം നിങ്ങൾക്ക് ചെറിയ പാക്കുകളിൽ അവൈലബിൾ ആണ്, അല്ലേ? 2 കിലോ പാക്ക് മുതൽ നമുക്കുണ്ട്. സാർ, ഇത് എത്ര കിലോ ആണ് വരുന്നത്? 50 കിലോ പാക്കറ്റാണ് വരുന്നത്, അല്ലേ സാർ? ഇനി ഈ വളത്തിന് ഇത് പിന്നെ ഓർഗാനിക് മീൽ. ഈ ഓർഗാനിക് മീലിൻ്റെ ഓൾമോസ്റ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ, കുറച്ചുകൂടെ ബാക്ടീരിയക്ക് കുറച്ചുകൂടെ കാലങ്ങൾ നിലനിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളും, പിന്നെ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ. ഇത് ചെയ്തില്ലെന്നല്ല, പക്ഷെ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് 5 കിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഇത് 3 കിലോ ഉപയോഗിച്ചാൽ മതി, അല്ലേ സാർ? അതാണ് നമുക്ക്, അല്ലേ? അതാകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അത്രയും കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഹൈ റിസൾട്ട് ആണ്, അല്ലേ? ഇതിനേക്കാളും സ്ട്രോങ് ആണ്, അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ ഇതിന്റെ ചെറിയ പാക്കറ്റ് നമ്മളിലുണ്ട്, അല്ലേ സാർ? 2 കിലോ പാക്കറ്റ് ഉണ്ട്. ഇത് കണ്ടില്ലേ? ഇതാണ് ഈ വളത്തിന് 2 കിലോയുടെ പാക്കറ്റ്, അല്ലേ? ഇനി ഒരു കാര്യം എടുത്തു പറയാം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പൊ സാറൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ടൺ കണക്കിനാണ് ലോറി, അല്ലേ, ഡെയിലി പോകുന്നത്. എന്താ അത്രയും ലോഡാണ് പോകുന്നത്. അപ്പോൾ ഹോൾസെയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഇവർക്ക് മുന്നോട്ട് പോയാലും, അല്ലേ, നമുക്ക് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ഒരു പാക്കറ്റ്, ഇതുപോലുള്ള പാക്കറ്റ് ഇപ്പം വീട്ടിലെ കൃഷി ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ രീതിയിലൊക്കെ മട്ടുപ്പാവ് കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചെറിയ പാക്കറ്റിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ. നിങ്ങൾ എത്ര ചെറിയ ക്വാണ്ടിറ്റി ചോദിച്ചാലും എത്ര വലിയ ക്വാണ്ടിറ്റി ചോദിച്ചാലും ഒരുപോലെയാണ് ഇവിടെ നിന്ന് നമ്മൾ അയച്ചു കൊടുക്കും, അല്ലേ? കൊറിയർ വഴി അയക്കാനുള്ള സൗകര്യമുണ്ട്. ഇല്ലെങ്കിൽ വാൻ ഡെലിവറി എത്ര ക്വാണ്ടിറ്റി ആണെങ്കിൽ നിങ്ങളുടെ സൈറ്റിൽ എത്തിച്ചേരും, അല്ലേ സാർ? അതെ. നമ്മുടെ ഈ പ്രൊഡക്റ്റൊക്കെ ഒരുവിധം കേരളത്തിലെ ഒരുവിധം ഉള്ള കോപ്പറേറ്റീവ് ബാങ്കുകളിൽ, സൊസൈറ്റികളിൽ അവിടെയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സെയിൽസ് നടത്തുന്നുണ്ട്. അതേപോലെ പിന്നെ വളത്തിൻ്റെ ഷോപ്പുകൾ, മെയിൻ പ്രധാനപ്പെട്ട പല വളത്തിൻ്റെ ഷോപ്പുകളിലും കിട്ടുന്നതാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ. വളത്തിൻ്റെ ഷോപ്പുകൾ ഞങ്ങൾ കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തൊക്കെ നന്നായിട്ട് മാർക്കറ്റ് അവസ്ഥയാണ്. ഷോപ്പുകളെല്ലാം ഉണ്ട്. ഷോപ്പുകളിൽ മിക്കവാറും ആളുകൾ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള ഷോപ്പിൽ ചോദിക്കുക, ഇല്ല കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ എത്തിക്കും. ഓക്കെ, ഞാൻ വീഡിയോയിൽ ഇവരുടെ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് അന്വേഷിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. എന്താ ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് വരുന്ന വീഡിയോ ഇത് ആദ്യമായിട്ടാണ്. സാർ ചെയ്യുന്നത് മുതൽ ഇതുപോലുള്ള സൊസൈറ്റി വഴി എല്ലായിടത്തും ഇവരെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്താ പ്രൊമോഷനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ സാർ? ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും സാർ പറയുന്നത് പറഞ്ഞാൽ അടുത്തുള്ള ഷോപ്പിൽ അന്വേഷിക്കുക, ഈ പ്രോഡക്റ്റ് കിട്ടുന്നെങ്കിൽ അവിടെ നിന്ന് വാങ്ങുക. ഇല്ല എങ്കിൽ നിങ്ങൾ നേരെ ഇവിടെ വിളിക്കുക, കൃത്യമായിട്ട് ഫാക്ടറിയിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കും, അല്ലേ?
ഇപ്പോൾ ഏതൊരു നഴ്സറി എടുത്താലും അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ സെയിൽ മാത്രമല്ല വളം അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു നഴ്സറിയിലെത്തേക്ക് ഇവിടുത്തെ പ്രോഡക്ട്സ് ഈ കാണുന്ന എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാക്കേജ് ആയിട്ട് ഒരു എമൗണ്ടിൽ അവർ എല്ലാം റെഡിയാക്കി ഒരു പാക്കേജ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾക്കത് സെയിൽ ചെയ്ത് നോക്കാം അല്ലേ സാർ? കസ്റ്റമർ വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് സെയിൽ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന അല്ലേ? അത് പ്രോഫിറ്റ് മാത്രം പറയാൻ പാടില്ല, വാങ്ങുന്ന കർഷകൻ തിരിച്ച് വന്ന് വീണ്ടും വാങ്ങാം. അതാണ് പ്രത്യേകത. പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കലി വന്നോളും. ഏതായാലും ഉപയോഗിച്ച ആളുകൾ വീണ്ടും വീണ്ടും വന്ന് വാങ്ങിക്കും. അതെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പാക്കേജിംഗ് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ അറിയാനായിട്ട് തീർച്ചയായിട്ടും വീഡിയോയിൽ വിളിച്ചു കഴിഞ്ഞാൽ സാർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അതിന്റെ പാക്കേജ് എത്ര എമൗണ്ട് എത്ര എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നമുക്ക് തരാം അല്ലേ? ഇവിടെ വേപ്പിനുള്ള അങ്ങനെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അത് മാത്രമാണ് നമ്മളോട് മാനുഫാക്ചറിങ് ചെയ്യാത്തത്. അതെ, ഇതിനകത്ത് എല്ലുപൊടി മറ്റേ വേപ്പുണ്ടാക്കി ഞങ്ങൾക്ക് ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല. ഓക്കെ, ഇല്ലാത്തത് ഇല്ലെന്ന് നമ്മൾ തുറന്നു പറയുന്നുണ്ട്. ബാക്കി എല്ലാ പ്രോഡക്ട്സും ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് അല്ലേ? ഈ രണ്ട് കാര്യം മാത്രമാണ് പുറത്തുനിന്നെടുത്ത് ചെയ്യുന്നത് അല്ലേ? ഓരോന്നിന്റെ വിലകളും എടുത്ത് പറയാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഇത് വൈഡായിട്ട് ഒരുപാട് ഷോപ്പിലേക്ക് സപ്ലൈ ഉണ്ട് അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്ക് അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബിസിനസിനെ ബാധിക്കാൻ പാടില്ല സാർ പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വിലകൾ എടുത്ത് പറയുന്നില്ല. വിലകളെ സംബന്ധിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വിളിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. വില കുറവാണ്, ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസിൽ എടുത്ത് പറയാണ്. ഒരുപാട് ഇവിടെ ഒന്ന് എല്ലാ കാര്യം അന്വേഷിച്ച ശേഷമാണ്. പിന്നെ ഇത്രയും വൈഡായിട്ട് ചെയ്യണമെങ്കിൽ അല്ലേ, ഒരുപാട് സൊസൈറ്റിയിലേക്ക് കൊടുക്കണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആൾറെഡി എത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് സാർ. നമുക്ക് ഇവിടെയുള്ള കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് ഒന്ന് പറയാം സാർ. ഇത് നടീൽ സ്റ്റോർ. ഓക്കെ, സുരഭി ഹൈടെക്കിൻ്റെ അതിന് എല്ലാം കൂടെ 2 കിലോയുടെ പാക്കാണ്. 2 കിലോ പാക്കറ്റ്. ഇതെല്ലാം കൂടെ കൂടി ചേർത്തിട്ടുള്ള ഒരു പ്ലാന്റ്, ഒരു വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് വലുതാവുന്നവരേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വലുതാവുന്നവരേക്ക് ആവശ്യമായിട്ടുള്ള നടുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാം തന്നെ ഇതിനകത്ത് ഏത് കൃഷിക്ക് നമുക്ക് ഏത് കൃഷിക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഈ പാക്കറ്റ് ആണെങ്കിലോ? ഇത് നമ്മളുടെ ഓർഗാനിക് മീലാണ്. നമ്മൾ നേരത്തെ 50 കിലോ ചാക്കല്ല, അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം. 2 കിലോ ചെറിയ കർഷകരാണെങ്കിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, ചെടികൾ, വീട്ടിലുള്ള വളർത്തുന്ന ചെടികളുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ വീട്ടിൽ ഉപയോഗിക്കാൻ അത്രയധികം ക്വാണ്ടിറ്റി വേണ്ട ആവശ്യമില്ല എന്ന് വരുന്ന ആളുകൾക്ക് ഈ ചെറിയ പാക്കറ്റ്. ഈ കാണുന്ന റെഡ് പോലെ തന്നെയാണ്, ആളിച്ചിരി പവർഫുൾ ആണ് അല്ലേ? അതെ. ഓക്കെ, ഇനി അടുത്തതാ സാർ? ഇത് നീം കേക്ക്. നമ്മുടെ മേത്തണം ഏറ്റവും നല്ലൊരു ഇപ്പോഴത്തെ വേപ്പിണ്ണാക്കൊക്കെ പല ടൈപ്പും ഉണ്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള നീം കേക്ക്. ചില ആളുകൾക്ക് കീടങ്ങളുടെ ശല്യത്തിന് നീം കേക്ക് വേണം. ഈ പഴയ കാലത്തെ എല്ലായിട്ട് ചിന്തയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നീം കേക്ക് ആവശ്യമുള്ള കർഷകർക്ക് അത് കൊടുക്കാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നീം കേക്ക് കർഷകർ പണ്ട് ഉപയോഗിച്ചത് മാറില്ല. പല പക്ഷേ അങ്ങനെ, അതായത് കർഷകർക്ക് വളരെ ബോധവാന്മാരാണ്, അവർ നല്ല അറിവുള്ള ആളുകളാണ്. ഇന്നൊക്കെ നമ്മളെ പിന്നെ വയലും അവർക്ക് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് അപ്ഡേറ്റഡ് ആണ്. ഒരു സംശയമില്ല കാര്യം മനസ്സിലായി. എന്നിട്ടാണ് അവർക്ക് ഈ കൃഷി ചെയ്യുന്നത്. അതാണ്. അപ്പോൾ അവർക്ക് കർഷകർ ആവശ്യപ്പെട്ടത് നമുക്ക് അതുകൊണ്ട് അതെ ഇത് നമ്മൾ പറഞ്ഞു. ഇനി ഇത് നമ്മളെ എല്ലുപൊടി. ഓക്കെ, ബോൺമീൽ. നമ്മൾ സുരഭിയുടെ ബോൺമീൽ. ഞാൻ വീണ്ടും എടുത്ത് പറയാണ്, നിങ്ങൾ ഇതൊന്നും വലിയ പ്രൈസിലല്ല സാറ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 കിലോ പാക്കറ്റ് വാങ്ങി നിങ്ങൾ ഇതുവരെ വാങ്ങിയ ഇപ്പോൾ എല്ലുപൊടിയാണെങ്കിൽ അതൊന്ന് റീപ്ലേസ് ചെയ്ത് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ പിന്നെ അല്ലേ അവർ തീരുമാനിക്കട്ടെ. ഞാൻ ഒരുപാട് പൊക്കി പറയുന്നത് നിങ്ങൾ വിചാരിക്കണ്ട, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമ്മളപ്പോൾ ഇതൊക്കെ പറഞ്ഞു സാറിന് ഈ ബോട്ടിൽ ഇത് ഇവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വല്ലാത്ത ഒരു പ്രൊഡക്റ്റ്. അതായത് ഓൾറൗണ്ടർ, എല്ലാ ചെടികൾക്കും എല്ലാ പ്ലാന്റ്സിനും ഒരുപോലെ വളരെ ആശ്ചര്യപ്പിക്കുന്ന റിസൾട്ടാണ്. ഓക്കെ, അത് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ സംബന്ധിച്ച് പല എസ്റ്റേറ്റുകളും ഫോളിയർ അപ്ലിക്കേഷൻ, അതായത് ലീഫിൻ്റെ മുകളിൽ പ്ലാന്റിൻ്റെ മുകളിലൂടെ ഇന്നത്തെ ലേബർ ചാർജുകളും മറ്റു കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ചിലർ പ്ലാന്റിന് വളം കൊടുക്കില്ല താഴത്ത്. ഈ വളം കൊടുക്കുന്നതിന് പരമ്പരം എന്ത് ചെയ്യും? ഫോളിയർ അപ്ലിക്കേഷൻ ആക്കും. സോ അതിന് മുകളിലൂടെ സ്പ്രേ ചെയ്യുക. ഇപ്പോൾ ഡ്രോണിൽ പല ഭാഗത്തും എറണാകുളത്ത് ഭാഗത്തുനിന്നൊക്കെ ഞങ്ങൾക്ക് ഡ്രോണിൽ ഈ സാധനങ്ങൾ സ്പ്രേ ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ, ഡ്രോണിൽ മനസ്സിലായി. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പച്ചപ്പും അതിൻ്റെ ഇതുകളും എല്ലാം കിട്ടും. ഇത് നമുക്ക് എല്ലാ കൃഷിക്കാർക്കും. അതേപോലെ വീട്ടിൽ വെണ്ട, വഴുതന, അതേപോലെ തക്കാളി ഇത്യാദി ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാത്രം മതി. ഇതൊരു 20 ഡേയ്സ് കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു കീടങ്ങളെടുക്കില്ല. അതേപോലെ തന്നെ വളർച്ചയും ഗ്രോത്തും കൂടും. വളരെ ഇതായിരിക്കും. നല്ല കായ്ഫലം കിട്ടും. കീടങ്ങളൊന്നും അടുക്കില്ല. ഓക്കെ, അതിന് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കില്ല. 8-9 വീതം ബാക്ടീരിയകളുണ്ട് അതിനകത്ത് ഒന്നിച്ച് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത്. ഓക്കെ, ഇറ്റ്സ് മാജിക്. ഈ ഒരു ബോട്ടിൽ ഞാൻ അതാ പറയാം അല്ലേ, ഒരു മാജിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും വിശ്വാസയോഗ്യമായിട്ട് കർഷകർ വീണ്ടും ചോദിച്ചു വരുന്നത്. ഇത് തന്നെ ഞങ്ങളുടെ കയ്യിൽ 50 ലിറ്റർ, പിന്നെ 10 ലിറ്റർ,
അങ്ങനെ ആ ഭാഗത്തൊക്കെ. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ ബോട്ടിലാണ്? ഇത് ഏറ്റവും ചെറുത്. ഇതൊക്കെ ചെറിയ പച്ചക്കറി കൃഷികൾക്ക് വേണ്ടിയിട്ടൊക്കെ കാണുന്നതാണ്. മറ്റ് പ്ലാന്റേഷൻസ് ഒക്കെ അവർ കൊണ്ടുവന്നൊക്കെ നമ്മളെ കയ്യിൽ നിന്നൊക്കെ 10 ലിറ്റർ ക്യാനുണ്ട്. അങ്ങനത്തെ ഒരു 120 മറ്റേ 50 ക്യാന് 100 ക്യാൻ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സുകൾ അല്ലേ? ഇതിൽ ഏത് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കൊറിയർ വഴിയാണെങ്കിൽ അങ്ങനെ ചെറിയ ക്വാണ്ടിറ്റികൾ ഇല്ല, വാൻ ഡെലിവറി ആണെങ്കിൽ അത് അല്ലേ, എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം നിലവിലുണ്ട് ഇല്ലേ സാർ? ഇനിയാണ് നമ്മൾ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്ന പാക്കേജ് അല്ലേ? അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത്. പറയാൻ വിട്ടുപോയ ഒരു കാര്യം, അതായത് നമ്മളെ ഈ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാത്ത പല സ്ഥലങ്ങളുണ്ട്, പല ബ്ലോക്കുകൾ അല്ലെങ്കിൽ പല പഞ്ചായത്തുകൾ അല്ലെങ്കിൽ പല ജില്ലകൾ. അവിടെയൊക്കെ ആർക്കെങ്കിലും ഈ പ്രൊഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂഷന്മാർ വിതരണം ചെയ്യാൻ ഈ ജൈവ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അതൊരു മാനസികമായിട്ടുള്ളൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ ജൈവ കൃഷി പ്രോത്സാഹനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി വന്ന് അത് കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വളരെയധികം താല്പര്യപ്പെട്ടിരിക്കുന്ന വല്ല കർഷകരോ അല്ലെ വല്ല വിദ്യാസമ്പന്നരായ ആൾക്കാർ കർഷകരാണെങ്കിൽ അവർക്ക് ഇതൊരു എക്സ്ട്രാ വരുമാനം, ഇതൊരു വരുമാനം, നല്ലൊരു വരുമാനമായിരിക്കും. എവിടെയും പോകണം, നല്ലൊരു വരുമാനമായിരിക്കും. അങ്ങനെ ഒരു ഡീലർഷിപ്പ്മാർ എടുക്കുന്നു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീഡിയോയുടെ നമ്പറിൽ വിളിച്ചിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങളുടെ എന്തായാലും നിങ്ങൾക്കൊരു സർക്കിൾ കാണും, കോൺടാക്ട് സർക്കിൾ കാണും. അതിനകത്ത് നിങ്ങൾ കർഷകന് സാർ പറഞ്ഞ പോലെ ആദ്യം ചെറിയൊരു പാക്കറ്റ് കൊടുത്തു നോക്കുക, ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അവർക്ക് ബിസിനസ് ഇല്ലേ സാർ? ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നിലവിൽ ഒരുപാട് പേരുണ്ട് എല്ലാ ജില്ലയിലും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. വിഷരഹിത പച്ചക്കറിത്തോട്ടം ഇനി എല്ലാ വീട്ടിലും നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് വീട്ടമ്മമാർക്ക് സ്വന്തമായിട്ട് പച്ചക്കറിത്തോട്ടമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു അവസരം നിങ്ങൾ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തണം. സാർ, നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന ഒരു കംപ്ലീറ്റ് കിറ്റാണ് ഈ കാണുന്നത് അല്ലേ സാർ? ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? 10 ഗ്രോ ബാഗ് വരും. ഈ 10 ഗ്രോ ബാഗ് കൂടാതെ ഇതിലേക്ക് വേണ്ട നടിയിൽ മിശ്രിതങ്ങൾ അതിന് 2 പാക്കറ്റ് വരും, 2 കിലോൻ്റെ 2 പാക്കറ്റ് വരും. പിന്നെ അതേപോലെ തന്നെ ഓർഗാനിക് മീൽ വരും, ട്രൈക്കോഡമയുടെ ഒരു പാക്കറ്റ് വരും. ട്രൈക്കോഡമ അതുപോലെ തന്നെ നമുക്ക് അത് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെ ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് നമ്മുടെ ഓൾ റൗണ്ടർ എന്നുള്ള ആ സാധനം വരും. ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഗ്രോത്ത് നടിയിൽ കൂടാതെ നമ്മുടെ സീഡ്സും വരും. സീഡ്സ് കൂടെ വരും. അപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ അത് മുളച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രോത്ത് കിട്ടും. ആ ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വളർന്നതിന് ആവശ്യമായിട്ടുള്ള ഓൾ റൗണ്ടർ അത് കായാവുന്നവരേക്ക് ഇത് മാത്രം മതി. ഓക്കെ. പിന്നെ എന്തെങ്കിലും വയസ്സിലും അവർക്കത് ചെയ്തു തന്ന സമയത്ത് വേറെ വേണമെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടാൽ മതിയല്ലോ. ഓക്കെ. എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഫുൾ പാക്കേജിന് എത്രയാണ് ചാർജ് ചെയ്യുന്നത്? 500 രൂപ. വെറും 500 രൂപ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഒരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം എന്ന് പറഞ്ഞാൽ വെറും 500 രൂപയ്ക്ക് ഒരു പച്ചക്കറി കൃഷിത്തോട്ടം, അത് വിഷരഹിത പച്ചക്കറി കൃഷിത്തോട്ടം ആർക്കും ചെയ്യാം. സാർ, ഈ ഒരു മെഷീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതാണ് ഓട്ടോക്ലേവ്, കൊമേഴ്ഷ്യൽ ഓട്ടോക്ലേവ് ആണത്. അപ്പോൾ ഒരു ലാർജ് ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അണുവിമുക്തക്കുക. യാതൊരുവിധ ബാക്ടീരിയകളോ യാതൊരുവിധ ഫംഗസുകളോ നമ്മൾ എന്താണോ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഒരു പർട്ടിക്കുലർ ഇതിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ കൊടുക്കുക ചെയ്യുക. ആ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള യൂണിറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, കൾച്ചർ ഇനാക്കുലേറ്റ് ചെയ്തിട്ട് ഇത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് വളർത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അപ്പം അങ്ങനെ സ്റ്റെറൈൽഡ് മീഡിയയിലാണ് ഇത് വളർത്തുക. ഈ ബാക്ടീരിയകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നതിന് ശേഷം പുതുതായിട്ട് പഠിക്കാൻ വേണ്ടി സാധിച്ചു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സാറെന്ന് പറഞ്ഞാൽ ഇതിൽ A to Z അല്ലേ കാര്യങ്ങൾ അറിയാം. എന്ത് സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ വീഡിയോ വിളിച്ചിട്ട് സാറിന് കണക്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്തു തരാം. അപ്പോൾ എല്ലാ കാര്യത്തിനും സാറ് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇനി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സാറ് ഈ ഒരു സെക്ഷൻ നമ്മുടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ വളത്തിൻ്റെ വിപണനം ആയാൽ പോലും ഒരു വരുമാന മാർഗ്ഗമായിട്ട് ഓവറായിട്ട് സാർ അതിൻ്റെ പുറകെ നിന്നിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഫീൽഡ് അല്ലേ വരുമാന മാർഗ്ഗത്തിന് സാറ് ചെയ്യുന്നത് വേറെയാണ് എന്ന് പറഞ്ഞാൽ ടൂറിസം അല്ലേ സാർ? ഞങ്ങൾക്ക് ഈ അഗ്രികൾച്ചർ മൈക്രോബയോളജി ലാബും അതോടൊപ്പം തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടൂറിസം പ്രോജക്ട് ഞങ്ങൾ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 88-89 കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി. ആ സമയത്ത് തുടങ്ങി അല്ലേ സാർ? ഞാനിപ്പോൾ നിൽക്കുന്നത് സുരഭിയുടെ ലാബിനുള്ളിലാണ്. സാർ, ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഷേക്കറാണ്. ഷേക്കർ എന്ന് പറഞ്ഞാൽ ചില ബാക്ടീരിയകൾക്ക് നമുക്ക് ചിലകളിൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ അത് ഷേക്കാവും. അപ്പോൾ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെന്ത് ശരിക്കും ഗ്രോത്ത് കറക്റ്റ് ആയി. അപ്പോൾ അതിന് ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഷേക്കർ എന്ന സാധനം. ഇതെല്ലാം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യും. ഇതിന്റെ മദർ കൾച്ചറൊക്കെ വേറെ ചെറിയ ട്യൂബിലായിരിക്കും. ഇനാക്കുലേഷൻ കംപ്ലീറ്റ് ഇത് ഇനാക്കുലേഷൻ ചേമ്പറാണ്. ഇവിടെയാണ് നമ്മൾ പിന്നെ യാതൊരുവിധ കണ്ടാമിനേഷനോ ഒന്നും പെടാതെ നല്ല നിലയ്ക്ക് ഇനാക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇത് സാധാരണ ലിഖിതത്തിനകത്തേക്കൊന്നും കയറ്റില്ല. കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല ബാക്ടീരിയകളും പല ഫംഗസും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ വരും. ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് സ്റ്റെറൈലായിട്ട് ഒരു സ്റ്റെറൈൽഡ് ആയിട്ട് ചെയ്ത് നമുക്ക് കീപ്പ് ചെയ്യാം.
അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ലാബിന്റെ വിശേഷങ്ങൾ അല്ലേ? ഈ ഫാക്ടറിക്ക് അടുത്തിന് റിസോർട്ട് ഉണ്ട് സാർ. അതെ, ഈ ഫാക്ടറി അടുത്തിൻ്റെ ഞങ്ങളുടെ NC ഗാർഡൻസ്. ഓക്കെ. പിന്നെ അതേപോലെ ഞങ്ങളുടെ വയനാട് ഞങ്ങളുടെ ഒരു എടക്കൽ വില്ലേജ് റിസോർട്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ. ടൂറിസം പ്രൊജക്റ്റിൽ ഈ 2 പ്രോജക്റ്റാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. ഓക്കെ. ചിലപ്പം വരുമാന മാർഗ്ഗമായിട്ട് സാർ കണ്ടിട്ടുള്ളത് വരുമാന മാർഗ്ഗമായിട്ട് ഇപ്പോൾ കാര്യമായിട്ട് ടൂറിസത്തിലേക്കും ടൂറിസമാണ് നോക്കുന്നത്. ഇത് പിന്നെ അങ്ങനെ ഒരു ലാഭകരമായിട്ട് ചെയ്യാന്നുള്ളത് എനിക്കല്ല. ഞാൻ നല്ലൊരു കാരണം ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. കുറേ ഞങ്ങളുടെ ഈ മദർ കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ബാക്ടീരിയകളൊക്കെ വന്നല്ലോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി പ്രകാരം ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളും കാര്യങ്ങളൊക്കെ നല്ലൊരു സ്റ്റോക്ക് വെച്ചു. അപ്പോൾ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ഏതായാലും ഇങ്ങനെ പോകുന്നു. ഈ ഒരു റിസോർട്ടിൻ്റെ വേറൊരു ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരീക്ഷണങ്ങളൊക്കെ വരുന്ന സയന്റിസ്റ്റുകൾ അവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം അല്ലേ? അതാണ് ക്വാളിറ്റി സ്റ്റേ കൊടുക്കാനും പറ്റുന്നുണ്ട്. 10-12 ഏക്കർ സ്ഥലമാണുള്ളത് ഈ NC ഗാർഡൻസ്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മുടെ കടലാണ് ഒരു ഭാഗത്ത്, അറബിക്കടൽ. ഈ കടലോട് തൊട്ട് കിടക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കടലിൻ്റെ ഈ പരിസ്ഥിതി ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പല സയൻറ്റിസ്റ്റുകളും പല ആളുകളും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ അവരുടെ അഡ്വൈസുകളൊക്കെ എനിക്ക് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സഹായമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ് തീർച്ചയായിട്ടും. അല്ലേ, അതൊക്കെ കണക്റ്റഡാണ്. എന്തായാലും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. കണക്റ്റഡാണ്. ഇതൊക്കെ ഒരു ദൈവസഹായവും അത്രേ ഉള്ളൂ. പിന്നെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ഉണ്ട്. അല്ല, ഇറ്റ് ഈസ് ദർ, ഹാർഡ് വർക്ക് ഈസ് ദർ. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ഒത്തുചേരുമ്പം അതിന് നമ്മളുടെ തൊഴിലാളികളും എല്ലാം കൂടെ ഒത്തുചേർന്നപ്പം ഇത് വൻ വിജയമായി അല്ലേ? ഇവിടെ വന്നപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പൊതുവേ ലേബേഴ്സിനൊക്കെ കിട്ടാനേ പാടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഇവിടെ വന്നപ്പോഴേ സാറ് പറഞ്ഞു ഇവരുടെ എല്ലാം കൂട്ടായ ഒരു പരിശ്രമം അല്ലേ സാർ? അതാണ് ഇതിങ്ങനെ മുമ്പോട്ട് ഉള്ള കാരണം എന്ന് പറഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും. ഇവരൊക്കെ തന്നെ പലരും തന്നെ 30 വർഷം 35 വർഷവും 20 വർഷമായിട്ട് ഞങ്ങളുടെ സ്വത്തും ദുഃഖത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഓക്കെ. അങ്ങനെ നിന്നിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇത്ര വരെ എത്തിച്ചത്. ഓക്കെ. ഈ എല്ലാവരും അതുപോലെ എല്ലാ കാര്യങ്ങളും ഇവരിപ്പോൾ നമ്മളിപ്പോൾ മൈക്രോസ് ആണെങ്കിലും അവർ R&Dയിലൊക്കെ മറ്റുള്ള ഓഫീസേഴ്സും മറ്റു ആളുകളൊക്കെ വന്ന് സയൻറ്റിസ്റ്റുകളൊക്കെ വന്നിട്ട് നോക്കുന്ന സമയത്ത് അവരെ കൂടെ പരിപൂർണമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരുടെ അസിസ്റ്റൻസായിട്ടും മറ്റു നിലയ്ക്ക് അവരും പിന്നെ ബാഗ് ഇത് ചെയ്യുന്ന ആളുകളും ഈ ഗംഗാധരനും ഇവരൊക്കെ തന്നെ കൂടെ ഈ ശിവശങ്കരൻ ഇവരൊക്കെ തന്നെ വളരെയധികം നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ വലിയൊരു പരമ രഹസ്യമാണ്. ഒരിക്കലും ഒരു കാര്യങ്ങൾ കൂട്ടായ പരിശ്രമം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വരുമ്പോഴേക്കും അതൊക്കെ വളരെ വൃത്തിയായിട്ട് അവർ ക്ലിയർ ആയിരിക്കും അല്ലേ? പിന്നെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയല്ല. ഞാനിപ്പോൾ വരുന്ന ഒരു അവധി ദിവസമാണ്. അവധി എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മുടെ ഹർത്താലിൽ എന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോ വരാത്തത്. അല്ലെ, ഒരുപാട് പേരുണ്ട്. പക്ഷേ എല്ലാവരും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് വർഷമായിട്ട് സാറിൻ്റെ കൂടെ ഉള്ളവരാണ് അല്ലേ? എൻ്റെ കൂടെ ഒരിക്കലും ഒന്നും ആളുകൾ ഇവർ പോയിട്ടില്ല. മനസ്സിലല്ലേ? പല കല്യാണം കഴിച്ചിട്ടും അങ്ങനെ കുറെ കുട്ടികൾ കുറച്ച് പേരൊക്കെ വീടൊക്കെ സാർ ലോക്കൽ ഏരിയ തന്നെ ഈ ഭാഗത്തുള്ള കുറെ ഭാഗത്തുള്ള. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടീമിൻ്റെ വിജയം.